ഹലോ. കഴിഞ്ഞ വീഡിയോ ഒരു മോർണിംഗ് അമ്പലദർശനമായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു ഈവനിങ് അമ്പലദർശനമാണ്. ആൻഡ് ദിസ് ടൈം എൻ്റെ കൂടെ അക്കമ്പനി ചെയ്യാൻ അമ്മുക്കുട്ടിയുമുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അഗെയിൻ തൃപ്പൂണിത്തുറയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വൃശ്ചികോത്സവം കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അകത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതോടൊപ്പം കുറച്ച് കഥയും കേൾക്കാം. തൃപ്പൂണിത്തുറ ചിന്മയ വിദ്യാലയത്തിലാണ് ഞാൻ എൻ്റെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചത്. ആ സമയത്ത് എല്ലാ വർഷവും ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു. ഞങ്ങൾ ഓരോരുത്തർക്കും സ്കൂളിൽ പഠിക്കുന്നവർക്ക് അതിലേറ്റവും വലിയൊരു നൊസ്റ്റാൾജിയാണ് ഈ മോതിരത്തിലും കീ ചെയിനിലും പേര് എഴുതി കൊടുക്കുന്നത്. എല്ലാ കൊല്ലവും അവിടെ നിന്നൊരു മോതിരം വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ലായിരുന്നു. നമ്മുടെ പഴയ ചിരട്ട മോതിരമില്ലേ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഉത്സവം മെമ്മറീസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കോളിഫ്ലവർ ബജി കഴിക്കുന്നതും കരിമ്പ് കഴിക്കുന്നതും കരിമ്പിൻ ജ്യൂസ് കഴിക്കുന്നതും ഇത്രയധികം മാലയും കമ്മലും ഒക്കെ വാങ്ങുന്നതും കൂട്ടുകാരെല്ലാമായിട്ട് ഒരു റൗണ്ട് സ്കൂളിൽ നിന്ന് വരുന്നതും പിന്നെ അത് കഴിഞ്ഞ് രാത്രി വീട്ടുകാരുടെ കൂടെ വരുന്നതും ഈ കഥകളെല്ലാം പറഞ്ഞ് അമ്മനെ ഞാൻ ബോറടിപ്പിച്ച് കാണുമായിരിക്കും. എന്നാലും സാരമില്ല, ആ ബോറടി മാറ്റാൻ അമ്പലം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചില്ല, ഒരു നൈറ്റ് ഡ്രൈവ് ആക്കി. ഒരു ഗേൾസ് നൈറ്റ് ഔട്ടും കൂടെയായിരുന്നു ഇതിനോടൊപ്പം. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ഇത് നമ്മുടെ വൈപ്പിൻ ബോട്ട് ജെട്ടിയാണ് കേട്ടോ. അവിടെ എത്തി. പക്ഷെ ഇറങ്ങാൻ അത്ര സേഫായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് ഈ ലൈറ്റ്സും കാഴ്ചകളും ഒക്കെ കണ്ടു. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും കുറേ ആളുകളും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാം എന്നുള്ളത്. അപ്പോൾ അമ്പലം കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചില്ല. അവിടെ നിന്ന് നേരെ പോയി നമ്മുടെ വല്ലാർപാടം പള്ളിയിലേക്കാണ്. അങ്ങനെ ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരെന്ന് തോന്നുന്നു. അതിനുശേഷം ക്വീൻസ് വാക്ക് വേയിൽ പോയിട്ട് അവിടെ നിന്നൊരു കട്ടൻ ചായയും കൂടെ കുടിച്ചിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ജേർണി അവസാനിപ്പിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.